ഇന്ന് പുലർച്ചെ 5:30 കൂടിയാണ് വലിയൊരു ക്വാറിയുടെ ഒരു 4 വശത്തിൽ 3 വശവും ഇടിഞ്ഞ് താഴ്ന്നത്. ഒരു ക്വാറി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ക്വാറിക്ക് ഉയരം ഒരു 50 മീറ്ററോളം താഴ്ചയുള്ളൊരു ക്വാറിയാണ്. ആ ക്വാറി ഏതാണ്ട് 20 വർഷമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കനത്ത മഴയിൽ വെള്ളം നിറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഈ ക്വാറി ഏതാണ്ട് 50 മീറ്ററോളം ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് മണ്ണും കല്ലും വീഴുന്നത്. അങ്ങനെ മണ്ണും കല്ലും താഴേക്ക് വീഴുകയും ഈ ക്വാറിയിലുണ്ടായിരുന്ന കല്ലും വെള്ളവും ഒക്കെ തന്നെ അവിടുന്ന് തെറിച്ച്, നമുക്കറിയാം നമ്മുടെ ഒരു ബക്കറ്റിലേക്ക് ഒരു കല്ലിട്ടാൽ വെള്ളം തുളുമ്പി വരുന്നത് പോലെ ഈ പറയുന്ന വലിയ ഗർത്തം പോലെയുള്ള ക്വാറിയുടെ 3 വശവും ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും അവിടെ ഉണ്ടായിരുന്ന കല്ലും വെള്ളവും ഇവിടേക്ക് തെറിക്കുകയുമാണ് ചെയ്തത്. ഒരു വലിയ ദുരന്തം തന്നെയാണ്. പക്ഷേ ആർക്കും അങ്ങനെ മരണം സംഭവിച്ചില്ല, ആളപായം ഒന്നും സംഭവിച്ചില്ല എന്നാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വലിയ തെങ്ങ്, അതായത് ഒരു 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ 25 മീറ്റർ ഉയരത്തിലുള്ള തെങ്ങിൻ്റെ മണ്ടയടക്കം, അതിൻ്റെ മുകൾ വശമടക്കം ഇല്ലാതായി താഴേക്ക് പോകുന്ന രീതിയിൽ കല്ല് തെറിച്ചു വന്നു എന്നതാണ്. ഈ തെങ്ങിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ വലിയ പ്ലാവടക്കം ശക്തിയുള്ള മരങ്ങൾ, അത്രയും കാമ്പുള്ള മരങ്ങളൊക്കെ തന്നെ തകർന്നടിഞ്ഞ് താഴേക്ക് വീഴുന്നൊരു സ്ഥിതിവിശേഷം. ഏറ്റവും ആശ്വാസകരമെന്ന് പറയുന്നത് ഇത് തൊട്ടടുത്തുള്ള വീടാണ്. ഈ വീട്ടിൽ ആ സമയത്ത് ഒരു ചേട്ടൻ ചേച്ചി ഉണ്ടായിരുന്നു. അവർ പശുവിനെ കറക്കാൻ പുലർച്ചെ 5:30 പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്ത് അവർ രക്ഷപ്പെട്ടു എന്ന് പറയാം, അങ്ങനെ വന്നതുകൊണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ അലമാരയും വീടിനുള്ളിലൊക്കെ തന്നെ സൂക്ഷിക്കുന്ന അവരുടെ വിവാഹ ഫോട്ടോയാണ്. ഈ വിവാഹ ഫോട്ടോ ഇപ്പോൾ കിടക്കുന്നത് കിണറിനോട് ചേർന്നാണ്. അതായത് വീട്ടിൽ നിന്നും എല്ലാ വസ്തുക്കളും, വീടിനുള്ളിലുള്ള എല്ലാ വസ്തുക്കളും തെറിച്ച് പുറത്തേക്ക് വീണു എന്നതാണ്. അങ്ങനെ ഇവിടെ ഈ ഒരു വീട് പൂർണ്ണമായി ബാബു എന്ന വ്യക്തിയുടെ വീടാണ്. ലീല എന്ന ചേച്ചിക്ക് പരിക്കുണ്ട്, പക്ഷേ ആ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു വീട്, ഇതിന് താഴെ 2 വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വീടിൻ്റെ മുകളിലത്തെ കോൺക്രീറ്റ്, നമുക്കറിയാം വാർത്ത വീടാണ്, ആ കോൺക്രീറ്റിനുള്ളിൽ തന്നെ ഒരു ഹോൾ ഉണ്ടായി എന്നതാണ്. അതായത് കരിങ്കല്ല് വന്ന്, ക്വാറിയിൽ നിന്നും കരിങ്കല്ല് വന്ന് വീണ് ആ ഒരു വീടിൻ്റെ, നമുക്കറിയാം മുകൾ വശത്തെ കോൺക്രീറ്റിൽ തുള ഉണ്ടാക്കി താഴേക്ക് വന്നു എന്നതാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പോലെ നമ്മൾ അതിശയിച്ചു പോവും. ഒരു കരിങ്കല്ല് വന്ന് പറന്ന് വീണ് ഒരു കോൺക്രീറ്റ് വീടിനുള്ളിൽ മുകളിൽ ഹോൾ ഉണ്ടാക്കിയെന്നതാണ്. അങ്ങനെ വലിയ ദുരന്തം സംഭവിച്ചു. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ആ സമയത്ത് ഇവിടെ വീട്ടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും ആശ്വാസം. കാരണം ആ വീട് അപ്പാടി തന്നെ തകർന്നു പോയി. ക്വാറി നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 100 മീറ്റർ മാറി അപ്പുറത്തെ വീടുകൾക്ക് വരെയും കേടുപാടുകൾ സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പ്രദേശത്തുള്ള 12 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മണ്ണും കല്ലും മരവും ഒക്കെ തന്നെ ഈ ക്വാറിക്കുള്ളിലേക്ക് പതിച്ചിട്ടുണ്ട്. ഇനിയും ഏതാണ്ട് ഒരു 50 മീറ്ററോളം ഉയരമുണ്ട് ഈ പറയുന്ന ക്വാറിയുടെ മുകൾ വശവും താഴ്വശവും തമ്മിൽ. അപ്പോൾ ഇനിയും മണ്ണും കല്ലും താഴേക്ക് പതിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്.